2024 ഒക്ടോബർ 20-ന് നിലമ്പൂരിൽ പ്രവർത്തനം ആരംഭിച്ച വളരുന്ന നിലമ്പൂരിന്റെ മനസ്സറിഞ്ഞ് വളരുന്ന പ്രീമിയം ബ്രാൻഡഡ് ജ്വല്ലറി ഔട്ട്ലെറ്റ് ആയ തന്മയ ജ്വല്ലറി വിജയകരമായി 1 വർഷം പൂർത്തിയാക്കും. നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കുന്ന സമഗ്ര വികസന പദ്ധതിയായ വികാസ് വിഷൻ വികസന രംഗത്ത് മാതൃകയെന്ന PV അബ്ദുൽ വഹാബ് MP. വികാസ് വിഷൻ 2040 നിയോജക മണ്ഡലം തല ശില്പശാല ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നമുക്കറിയാം, പല കാര്യങ്ങളും ചർച്ച ചെയ്ത് തീരുമാനിക്കേണ്ടതുണ്ട്. നമുക്ക് ഇല്ലാത്ത സംഗതി പ്ലാനിങ്. നമുക്ക് സാധാരണ കാണാം, റോഡിൽ കൂടെ പോകുമ്പോൾ നല്ല റോഡ്, പിന്നെ കാണാം ചില അതോറിറ്റി ഒന്നാക്കി കളിച്ച് മറിച്ച് കൊണ്ടുപോകും. ഇതൊക്കെ നമ്മൾ സാധാരണ നമ്മൾ നിത്യജീവിതത്തിലുള്ളത്. അതാണ് നിലമ്പൂരില്ല, അതാണ് കേരളം, അതാണ് ഇന്ത്യ. അതാണ് ഞാനൊക്കെ അധികം താമസിച്ച് അവിടെ നിന്നൊന്നും ഞാൻ പറയില്ല. ദുബായിലും മറ്റു സ്ഥലം, അതൊക്കെ ചെറിയ രാജ്യങ്ങൾ. അവർക്ക് ചെയ്യാവുന്നത് ചെറിയൊരു സ്ഥലത്താണ്. നിലമ്പൂർ പോലെ മുനിസിപ്പാലിറ്റി ആകെ ദുബായുള്ളൂ. അത് നമ്മൾ അങ്ങോട്ട് കമ്പയർ ചെയ്യണ്ട. കമ്പയർ ചെയ്യാൻ പറ്റുന്ന കുറേ സ്ഥലങ്ങളുണ്ട്. മലേഷ്യ ആണെങ്കിലും മറ്റുള്ള സ്ഥലങ്ങൾ, രാജ്യങ്ങളുണ്ട്, വലിയ രാജ്യങ്ങൾ. നമുക്കൊരു പ്ലാനിങ് ആണ്. കുറേ പണം എല്ലാവരും വരെ പൈസ ഇല്ല. ആരുടെ പൈസ ഉള്ളത്? ആർക്കാ തേഞ്ഞിക്കണത്? അപ്പം അതുകൊണ്ട് പണമില്ലാത്തതല്ല പ്രശ്നം. എനിക്ക് അനുഭവമുണ്ട്. 10 കോടി രൂപ കേന്ദ്ര ഗവൺമെൻറ് മലപ്പുറത്ത് ഒന്നും, അത് മലപ്പുറത്ത് കിടക്കുകയാണ്. കൊല്ലത്തിലായി അത് ആദ്യത്തെ വെള്ളപ്പൊക്കം അവൻ്റെ മക്കളില്ല. 10 കോടി രൂപയാണ് വെള്ളപ്പൊക്കത്തിന് അവർക്ക് വീടുണ്ടാക്കുക. 10 കോടി രൂപ ബന്നു. ഇന്ന് വരെ അന്ന് റവന്യൂ സ്ഥലം എടുത്തോ, ഫോറസ്റ്റ് കൊടുത്തോ, കൊടുക്കാനല്ല പറഞ്ഞ് തയ്യാറാക്കി. ഇപ്പോഴും ആ പൈസ അവിടെ ഉണ്ടെന്ന് എൻ്റെ ധാരണ. ആ പെർമിഷൻ ചെയ്യാൻ സാധിക്കുന്നില്ല. പ്ലാനിങ് ഇല്ല. ഒന്നിച്ചിരുന്നിട്ട് എന്താണ് ചെയ്യുക? പണം ഇഷ്ടം പോലെ ഉണ്ട്. ആദിവാസി മേഖലയിലൊക്കെ പണം ധാരാളമാണ്. അതുകൊണ്ട് നമ്മളൊരു പ്ലാനിങ് ഇല്ലാത്തതാണ് ഇതിൻ്റെയൊക്കെ കാര്യം എന്നുള്ളത് ആദ്യം സ്വയം മനസ്സിലാക്കുക. എൻ്റെ ചുറ്റുവട്ടത്തിൽ, എൻ്റെ വീട്ടിൽ നിന്ന് കച്ചറയും എല്ലാം അപ്പുറത്ത് കേട്ടുക. ഞാൻ ഓക്കെ, എൻ്റെ വാർഡ്, അവിടെ സ്ട്രീറ്റ് ലൈറ്റ് വേണം, അവിടെ റോഡ് വേണം. ഇതാണ് നമ്മുടെ ക്രൈം. എല്ലാവരും അതുകൊണ്ട് അതിനെപ്പറ്റി പറഞ്ഞാലോ, ഭരണപക്ഷം എനിക്ക് ആകെ 2.5 ലക്ഷം. എങ്ങനെയാണ് ശരിയാകുന്നത്? ഒരു വിശാലമായൊരു കാഴ്ചപ്പാട് ഇനിയും നമുക്കില്ലെങ്കിൽ ഇതിങ്ങനെ തന്നെ പോകും. സൈറ്റ് ഫയർ എക്സ്റ്റിങ്വിഷറാണ്. എപ്പോഴാണ് തീ കത്തുന്നത് അവിടെയാണ്. പിന്നെ തീ കത്തൂലൊന്നുമല്ല. ഇതാണ് നമ്മുടെ ഭരണ രംഗത്ത് ഇന്ന് കാണുന്ന അവസ്ഥ. എല്ലായിടത്തും നമ്മൾ നിലമ്പൂരുന്നില്ല. അപ്പം അതുകൊണ്ട് ഒരു 2-3 മാസം കൊണ്ട് വാപ്പുള്ള അടുത്ത MLA ആരെന്നറിയില്ല. ആര് വന്നാലും ഓവർ കംസ് അടുത്ത 15 വർഷത്തിൻ്റെ ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള സംഗതി ചെയ്താൽ അതിനെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല. ജനങ്ങൾ ചോദിക്കൂലേ, ഞങ്ങൾ പ്രോഗ്രാം ഉണ്ടായി, ഞങ്ങൾ അത് വെറുതെയാണ് പറഞ്ഞു പോകില്ല. നമ്മൾ സിനിമാ പാട്ട് കേട്ടാൽ ഇവിടെ വിമാനത്താവളം ഉണ്ടാക്കും, ഇവിടെ മറ്റേ ഉണ്ടാക്കും എന്ന് പറയാനല്ല. ഇവിടെ അടിസ്ഥാന വർഗത്തിന് എന്തെങ്കിലും ഒരു മെച്ചം, ആ പൈസ ഓരോരുത്തർ ദിവസം 500-1000 കിട്ടിയാൽ അതിൻ്റെ പകുതി പൈസ പോകുന്നത് ഗവൺമെൻറ്റാണ്. ആ ബോധം എന്താണ്? നമ്മൾ ചിലവഴിക്കുന്ന മാർക്കറ്റ് ചിലവഴിക്കുന്ന എത്ര പൈസയാണ് ഇതിൻ്റെ പകുതി ഗവൺമെൻറ് പോയിരിക്കും. അതുകൊണ്ട് ഈ എക്കണോമി ഒന്ന് റിവൈവ് ചെയ്യാൻ ജോലി വേണം, ജോലി ചെയ്യാനൊരു സൗകര്യം വേണം. ഈ ഒരു ചെറിയ സംഗതികളും ഞാൻ ചെറുതായി പറഞ്ഞ പദ്ധതികൾ എന്തൊക്കെ വരണം, എങ്ങനെ കൊണ്ടുവരാൻ പറ്റും. നിലമ്പൂരിൻ്റെ കാര്യത്തിൽ ഞങ്ങളിപ്പോൾ ടൂറിസം ഒരു ഇനീഷ്യേറ്റീവ് എടുത്തിട്ടുണ്ട്. AB ഇവിടെ ഇരിക്കുന്നുണ്ട്. AB ഐഡക് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. നിലമ്പൂർക്കാരൻ അധികാരിക്കും അറിയില്ല. വലിയ സ്ഥാപനം. ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി ആസൂത്രണം നിലമ്പൂരിന്റെ ശോഭനമായ ഭാവിക്ക് അനിവാര്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു. വിനോദസഞ്ചാര മേഖലയിൽ അനന്ത സാധ്യതകളാണ് നിലമ്പൂരിനുള്ളത്. ടൂറിസം അടക്കമുള്ള പദ്ധതികൾ ജനകീയമായി നടപ്പിലാക്കാൻ സാധിച്ചാൽ അത് വൻ വിജയമായിരിക്കുമെന്നും വ്യക്തമാക്കി. ആര്യാടൻ ഷൗക്കത്ത് MLA അധ്യക്ഷത വഹിച്ചു. CH ഇക്ബാൽ, NA കരീം, VA കരീം, പാനായി ജേക്കബ്, A ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. പ്രോജക്ട് കോർഡിനേറ്റർ ഡോക്ടർ ബാബു വർഗീസ് പദ്ധതി വിശദീകരിച്ചു. നിയോജക മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകളിൽ നിന്നും എത്തിയ പ്രതിനിധികൾ ചർച്ച നടത്തി ആശയങ്ങൾ അവതരിപ്പിച്ചു. പൊതുജനങ്ങളിൽ നിന്നും നേരിട്ട് ലഭിക്കുന്ന അഭിപ്രായങ്ങൾ കൂടി ചേർത്തായിരിക്കും അന്തിമ പദ്ധതി രൂപീകരിക്കുക. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.